ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് രണ്ട് റീസണാണുള്ളത്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരാൻ പോകുന്ന വോയിസ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് ChatGPT പവർ ചെയ്യുന്ന വോയിസ് അസിസ്റ്റൻ്റ് ആയിരിക്കും വരാൻ പോകുന്നത്. ബി എന്ന് പറയുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്ന ഓഡിയോ സിസ്റ്റം എന്ന് പറയുന്നത് JBLൻ്റെ ഓഡിയോ സിസ്റ്റം കാര്യങ്ങളായിരിക്കും വരാൻ പോകുന്നത്. സോ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫിനിക്സ് നോട്ട് 30 എന്ന് പറയുന്ന മോഡലാണ്, അതായത് ഈ ഒരു സീരീസ് ആണ്. ഇതിൽ നമുക്ക് 4 സീരീസ് ആയിരിക്കും വരാൻ പോകുന്നത്, അതായത് ഇൻഫിനിക്സ് നോട്ട് 30 എന്ന് പറയുന്ന മോഡൽ, പിന്നെ നോട്ട് 30 5G എന്ന് പറയുന്ന ഒരു മോഡൽ, പിന്നെ നോട്ട് 30 Pro എന്ന് പറയുന്ന ഒരു മോഡൽ, പിന്നെ നോട്ട് 30 VIP എന്ന് പറയുന്ന മോഡൽ. ഇങ്ങനെ 4 മോഡൽസ് ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പം അങ്ങനെ കുറച്ചധികം ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഈ ഒരു വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പം ഈ ഒരു മോഡൽ ഏകദേശം നമുക്ക് 25,000 രൂപ ബഡ്ജറ്റും കാര്യങ്ങളായിരിക്കും വരാൻ പോകുന്നത്. അതായത് ബേസ് മോഡൽ വരാൻ പോകുന്നത് ഏകദേശം 25,000 രൂപ ബഡ്ജറ്റും കാര്യങ്ങളായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് കുറച്ച് ഡീറ്റെയിൽസ് ആണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഓരോ മോഡൽസിനും ഡിഫറൻ്റ് ആയിട്ടുള്ള ചിപ്സെറ്റും കാര്യങ്ങളായിരിക്കും എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോഡൽ, അതായത് ബേസ് മോഡലായുള്ള മോഡലിൻ്റെ ചിപ്സെറ്റും കാര്യങ്ങളും നമുക്ക് അറിയാൻ കഴിയില്ല. പക്ഷേ എന്നാലും മീഡിയാടെക്കിൻ്റെ ചിപ്സെറ്റും കാര്യങ്ങളായിരിക്കും ഇതിൽ വരാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് കൺഫേം ആയിട്ടുണ്ട്. ഈ ഒരു മോഡലിൽ നമുക്ക് 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് IPS LCD പാനലും കാര്യങ്ങളാണ് വരുന്നത്. ഇതിൻ്റെ പ്രോ വെർഷനിലും മറ്റു മോഡൽസിലും AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളായിരിക്കും വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളും ഈ ഒരു മോഡലിൽ വരുന്നുണ്ട്. മറ്റു മോഡൽസിലും 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് മീഡിയാടെക്കിൻ്റെ ചിപ്സെറ്റും കാര്യങ്ങളായിരിക്കും ഈ ഒരു മോഡൽസിൽ വരാൻ പോകുന്നത്. അതായത് ഈ ഒരു സീരീസിൽ മീഡിയാടെക്കിൻ്റെ ചിപ്സെറ്റ് ആയിരിക്കും വരാൻ പോകുന്നത്. പ്രോ വെർഷനിലും മറ്റു മോഡലുകളിലും ഡിഫറൻ്റ് ആയിട്ടുള്ള മീഡിയാടെക്കിൻ്റെ ചിപ്സെറ്റും കാര്യങ്ങളായിരിക്കും വരുന്നത്. ഈ ഒരു ബേസ് മോഡലിൽ നമുക്ക് ഡ്യുവൽ ക്യാമറ സിസ്റ്റം കാര്യങ്ങളായിരിക്കും വരാൻ പോകുന്നത്. അതായത് 108 മെഗാപിക്സലിലെ ഡ്യുവൽ ക്യാമറ സിസ്റ്റം ആയിരിക്കും വരുന്നത്. അതുപോലെ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി അല്ലെങ്കിൽ നിങ്ങൾ എൻജോയ് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ 1,00,000 സബ്സ്ക്രൈബർ അച്ചീവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. 5000 mAh ബാറ്ററിയും കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് 45 വാട്ട് ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങൾ ഇതിൽ സപ്പോർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഇത്രയാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. മറ്റ് മോഡൽസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രോ വേരിയൻറ്റിനും VIP എഡിഷനും അതുപോലെ നോട്ട് 30 5G എന്ന് പറയുന്ന മോഡലിലേക്ക് സ്പെസിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത്. AMOLED ഡിസ്പ്ലേ കാര്യങ്ങളും ആ ഒരു മോഡൽസിൽ വരുന്നുണ്ട്. ഡിഫറൻ്റ് ആയിട്ടുള്ള മീഡിയാടെക്കിൻ്റെ ചിപ്സെറ്റും കാര്യങ്ങളായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്കിനകത്ത് ഓറഞ്ച് എഡിഷനിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഗോൾഡ് ബേസ്ഡ് ആയിട്ടുള്ള അലൂമിനിയം ഫ്രെയിമും കാര്യങ്ങളും സൈഡിൽ വരുന്നുണ്ട്. അതുപോലെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ആ ഒരു റെയർ ക്യാമറ സിസ്റ്റം ബാക്ക് സൈഡിൽ കാണാൻ പറ്റും. പിന്നെ ഇവരുടെ ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളും പോകുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞ ആ 2 മെയിൻ കാര്യങ്ങളുണ്ടല്ലോ, അതായത് ChatGPT പവർ ചെയ്യുന്ന വോയിസ് അസിസ്റ്റൻറ്റും പിന്നെ ഈ ഒരു JBL ഓഡിയോയും ഈ ഒരു സീരീസിൽ മൊത്തത്തിലും ഉണ്ടാവും. അതായത് ഈ ഒരു ബേസ് മോഡലിൽ മാത്രമല്ല, ഈ ഒരു 13 സീരീസ്, അതായത് ഇൻഫിനിക്സ് നോട്ട് 13 സീരീസിൽ മൊത്തത്തിലും ഈ ഒരു വോയിസ് അസിസ്റ്റൻറ്റും അതുപോലെ JBL ഓഡിയോ സിസ്റ്റം കാര്യങ്ങളായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.